ചേട്ടൻ കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് ചേട്ടന് മാംസം കഴിഞ്ഞ മണം അടിക്കുന്നു. അതുകൊണ്ട് ചേട്ടന് നടക്കാൻ വയ്യ. സമ്മതിക്കണം, പാവം. അതുകൊണ്ട് ചേട്ടൻ പുതിയൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി മുതൽ കേരളത്തിലുള്ള എല്ലാ അവന്മാരും ഇതുപോലെ കഴിച്ചു വന്നു. കേട്ടല്ലേ? പറഞ്ഞില്ലെന്ന് വേണ്ട. ആഹാരം തൃപ്തി തോന്നണമെന്നുണ്ടെങ്കിൽ അറേബ്യൻ ഫുഡ് കഴിക്കണം. കേരളത്തിലേതാ? മലയാളി മലയാളിയാണല്ലേ? ഞാൻ കോഴിക്കോടാ, ഞാൻ കണ്ണൂര്. ഇന്ന് രാത്രി ഭക്ഷണത്തിന്റെ കാലമാണ്. നഗരങ്ങളിൽ മാത്രമല്ല, ഗ്രാമങ്ങളിൽ പോലും പാതിരാത്രി ഭക്ഷണം കഴിക്കുന്നവരാണ് ഉള്ളത്. എലുവണോ ഇത് കഴിക്കാൻ പറ്റും? എത്ര പീസ് 50 അല്ല, അതൊക്കെ ഏത് ഭക്ഷണമാണ്? ആ ഭക്ഷണങ്ങളുടെ ഒന്നും പേര് നമുക്ക് ഇവിടെ ഇപ്പോൾ ഓർത്തെടുക്കാൻ പോലും പറ്റില്ല. തവള. അപ്പൊ ഇതിനെന്താക്കണം, കുറച്ച് കാന്താരി, കുറച്ച് ഉപ്പ്, അത് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മൾ നാട്ടിലത്തെ സെയിം സിസ്റ്റത്തിൽ ചെയ്ത് തരാൻ ഭയങ്കര ടേസ്റ്റാണ്. കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം. മാംസം കഴിക്കുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. പക്ഷേ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം, രൂക്ഷമായ തീഷ്ണമായ ഗന്ധം, നല്ല ഉണങ്ങി പൊരിക്കാൻ പറ്റിയ രീതിയിൽ കന്യന് സാധാരണ ഒരു പ്ലേറ്റ് കഴിക്കുന്ന രണ്ട് പ്ലേറ്റ് കഴിക്കും. അങ്ങനത്തെ ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയത്. നമ്മളുടെ നാസാദ്വാരങ്ങളെ തുളച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മുടെ തെരുവുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരു ശ്മശാനത്തിലൂടെ കടന്നു പോകുന്ന പ്രതീതിയാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ തെരുവിലൂടെ വൈകുന്നേരം സഞ്ചരിച്ചാൽ ഉള്ളത്. നല്ല മാണിക്കാത്ത കുറ്റിക്കാടായിരുന്നു. അതൊക്കെ വെട്ടിനിരപ്പാക്കി തെങ്ങും കമ്പൊക്കെ വെച്ച് അത്യാവശ്യ കാര്യം കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. അവിടെ നമ്മൾ ശവവർമ്മയാണ് കഴിക്കുന്നത്. ചിലരതിന് ഷവർമ്മ എന്ന് പറയുന്നുണ്ട്. കഴിക്കുന്നത് വർമ്മയാണ്, കഴിക്കുന്നത് ശവമാണ്. അതുകൊണ്ടാണ് അതിന് ശവവർമ്മ എന്ന് പേര്. കേരളത്തിൽ ഷവർമ്മ കഴിച്ച് അനേകം പേര് മരിച്ചു. അതിലൊരു മുഹമ്മദ് ഇല്ല, അതിലൊരു ആയിഷ ഇല്ല, അതിലൊരു തോമസ് ഇല്ല. പക്ഷെ അതിൽ വർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അത് ഷവർമ്മയായത്. ഈ ആക്രാന്തം മൂത്ത് ഭണ്ഡാരമടങ്ങാൻ ഇത് പോയി തിന്നു ചാകുന്നവന്റെ പേര് ഹിന്ദു എന്നാണ്. പാമ്പേ നീ കൊത്തരുതിപ്പോൾ, തേങ്ങേ നീ വീഴരുതിപ്പോൾ, ആരാന്റെ തെങ്ങുമേലൻ ജീവന്റെ ജീവനിരിപ്പു.